ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് 6th BBAയുടെ ഫിനാൻഷ്യൽ സർവീസസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ, ഇതിൽ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫിനാൻഷ്യൽ സർവീസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയതും എക്സാമിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടോപ്പിക്സ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൊബിലൈസേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് സേവിങ്സ്, അതായത് എവിടെ നിന്നൊക്കെ നമുക്ക് സേവിങ്സിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അത് അലോക്കേറ്റ് ചെയ്യണം എന്നത് ചെയ്യുന്നത് തന്നെയാണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. സോ എന്ത് പറയാം, നമുക്ക് ഓൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സേവിങ്സ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീനെയും ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയാം. പ്രോഡക്ട്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ബാങ്ക്സ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളുണ്ട്, ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ഉണ്ട്, ബ്രോക്കറേജസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, കൺസ്യൂമർ ഫിനാൻസ് കമ്പനീസ്, ഇതെല്ലാമാണ് ഇതിലത്തെ ഒരു പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യുന്നത്, വെറൈറ്റി ഓഫ് സർവീസസ് ടു കോർപ്പറേറ്റ് എൻ്റർപ്രൈസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻസ് ടു ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ടു ഫൈനൽ കൺസ്യൂമർ മാർക്കറ്റ്സ് ആർ കോൾഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഇനി ഇതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷനും എന്ത് തന്നെയാണ്, ഫിനാൻഷ്യൽ സർവീസ് തന്നെയാണ്. ഫിനാൻഷ്യൽ സർവീസിന് നമുക്ക് പറയാവുന്ന വേറൊരു പേരാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ, ഒരു ഇടനിലക്കാരെ പോലെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇൻ്റർമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഫണ്ട്സ് ആർ മൊബിലൈസ്ഡ് ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സേവേഴ്സ് ആൻഡ് മേക്ക് ദം അവൈലബിൾ ടു all those who are in need of it and particularly to corporate customers. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരുടെയിലാണോ എക്സ്ട്രാ സേവിങ്സ് ഉള്ളത്, ചിലവ് കഴിഞ്ഞ് മിച്ചമായി വരുന്ന പണം ഒരുപാട് കുന്നുകൂടിയിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരിൽ നിന്നെല്ലാം നമ്മളിത് കളക്ട് ചെയ്തിട്ട് ആർക്കാണോ ഇത് ആവശ്യമുള്ളത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു ഫിനാൻഷ്യൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേജർ കാറ്റഗറി എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സർവീസിൽ എന്താണ്, ഫണ്ട് ഇൻ്റർമീഡിയേഷൻ ഉണ്ട്, പേയ്മെൻറ്റ് മെക്കാനിസം ഉണ്ട്, പ്രൊവിഷൻ ഓഫ് ലിക്വിഡിറ്റി, റിസ്ക് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത്രയൊരു പേജിൽ നിന്ന് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒരു ആകെയുള്ള ഒരു സമ്മാണ് എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു ഡെഫിനേഷനായിട്ടും കൂടി ഇവിടെ പറയുന്നുണ്ട്. According to Section 65(10) of the Finance Act 1994, banking and financial services means the following services provided by a banking company or a financial institution, including a non-banking financial company. അപ്പോൾ അവിടെ ആക്റ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബാങ്കോ അല്ലെങ്കിൽ ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക ഒരു ബാങ്കിങ് കമ്പനിയോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഇൻക്ലൂഡിങ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് അടക്കം അതിൽ ഉൾപ്പെടാം, കമ്പനിയോ നെയിമിലി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ലീസിങ് സർവീസസ്, ക്രെഡിറ്റ് കാർഡ് സർവീസ്, മർച്ചൻറ്റ് ബാങ്കിങ് സർവീസ്, സെക്യൂരിറ്റീസ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കിംഗ്, അസറ്റ് മാനേജ്മെൻറ്റ്, അഡ്വൈസറി ആൻഡ് അതർ ഓക്സിലറി ഫിനാൻഷ്യൽ സർവീസസ്, പ്രൊവിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ്, ഇതെല്ലാം ഏതിൻ്റെ ഭാഗമാണ്, ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് പ്രോഡക്ട്സും സർവീസസും രണ്ടും, പ്രൊഡക്ട്സോ സർവീസസോ ഓഫർ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് എന്തിനേയും നമുക്ക് എന്ത് പറയാം, ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയാം. സോ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് എ ഡൈനാമിക് ആക്ടിവിറ്റി. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, നീഡ്സ് കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് കൺകറൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ക്രിയേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് കൺകറൻ്റ്ലി, ഒരേ സമയമാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതും. ഒരിക്കലും അതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഓഫറിംഗ് ദം ടു കസ്റ്റമേഴ്സ് ടേക്സ് പ്ലേസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്താണ് ഫിനാൻഷ്യൽ സർവീസ് നമ്മൾ കൊടുക്കുന്നതും അത് ഓഫർ ചെയ്യുന്നതും കസ്റ്റമേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും. കസ്റ്റമർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സർവീസാണ് ഇവിടെ വരുന്നത്. പ്രധാനമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് ഈ സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യുന്നു, അതുവഴി ആ ഒരു ബ്രാൻഡ് ഇമേജ് എൻഹാൻസ് ചെയ്യുക, അവരുടെ സർവീസ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. 5ാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രൊവൈഡഡ് ആസ് പെർ ദ നീഡ്സ് ഓഫ് പീപ്പിൾ. പിന്നെ ജനങ്ങളുടെ
അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിന് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടാണ് അത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ പീപ്പിൾ. ലോണും ക്രെഡിറ്റും ഒക്കെ ജനങ്ങൾക്ക് ആവശ്യത്തിനാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് അത് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്ന ആക്ട് ആസ് ഫണ്ട്സ് ഇൻ്റർമീഡിയറി. ഇനി ഫിനാൻഷ്യൽ സർവീസിന് വേറൊരു പ്രത്യേകത ഇൻ്റർമീഡിയറി ആയിട്ട്, അതായത് ബോറോവറും ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ മാർക്കറ്റും, ആരാണോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരും കടം വാങ്ങാൻ റെഡിയായിരിക്കുന്ന ആൾക്കാരും അവർ തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും അത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് എനേബിൾസ് ബ്രിങ്ങിങ് ടുഗെദർ ദാറ്റ് വൺ ഹാവിങ് ദ എക്സസ് ഓഫ് ഫണ്ട്സ് ആൻഡ് ഹു ഈസ് ഇൻ നീഡ് ഓഫ് ഫണ്ട്സ്. ആർക്കാണോ ഫണ്ടുകൾ ആവശ്യമായി വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള സമയത്ത് എത്തിച്ചു കൊടുക്കാമല്ലോ. പിന്നെ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, ഫണ്ടുകൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത്, അതായത് മാർക്കറ്റിൽ പ്രോപ്പർ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവോയ്ഡ് ഫണ്ട് ഷോർട്ടേജ്, ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഒഴിവാക്കുക. സ്മൂത്ത് ഫങ്ഷനിങ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ, അതായത് പൈസ കിട്ടാത്തൊരവസ്ഥ അവിടെ വരാതെ തന്നെ എളുപ്പത്തിൽ അത് സാധ്യമാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുവഴി എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനി അത് പ്രോപ്പർ സപ്ലൈ ആണല്ലോ അവിടെ ഫണ്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറൊക്കെ നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ബൂസ്റ്റ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പീപ്പിൾ, അതുവഴി ജനങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് അവിടെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. ഹെൽപ്സ് ടു മൊബിലൈസ് സേവിങ്സ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ കയ്യിൽ മിച്ചമിരിക്കുന്ന പൈസയെ മൊബിലൈസ് ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സർവീസ്, ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ്. കാരണം എല്ലാ സെക്ടേഴ്സും എക്സ്പാൻഡ് ചെയ്യുന്ന വഴി എക്കണോമി അവിടെ ഗ്രോ ചെയ്യുന്നു, അതുവഴിക്ക് തന്നെ നമുക്ക് നല്ലൊരു ഗ്രോത്ത് അവിടെ സാധ്യമാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ടും ആ 3 സെക്ടറുകളിലേക്കും പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടറിലേക്ക് ആവശ്യമായ ലെവലിൽ പണം എത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ബാലൻസ് ചെയ്ത് പോവുകയും അതുവഴി രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് വികസനം സാധ്യമാവുന്നു. കാറ്റർ ദ നീഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ ഒരു സർവീസ് മുഖാന്തരം ഏറ്റവും കൂടുതലായിട്ട് വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ മാർക്കറ്റോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സോ ഒക്കെ നല്ല രീതിയിൽ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ അവരുടെ നീഡ്സ് സാധ്യമാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ, ഇതുവഴി എന്താ സംഭവിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് ഹെൽപ്സ് ടു മൊബിലൈസിങ് മോർ ഫണ്ട്സ് ബൈ ദ ഇൻവെസ്റ്ററിൽ നിന്ന് കൂടുതൽ ഫണ്ടുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. മോഡേൺ ടെക്നോളജി ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓൾ ദീസ് ആർ റിക്വയർഡ് ഫോർ പ്രൊമോട്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും ഇതിന് എന്താണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തത് പ്രൊമോട്ടിങ് സേവിങ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ പണമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്, അതിനെയാണ് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ടു ദോസ് ഹൂ എക്സസ് സൈഡിൽ ലൈങ് റിസോഴ്സ്, ആരുടെ കയ്യിലാണോ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടും ബാലൻസ് ഉള്ള എമൗണ്ട് അതിനെയാണ് അവർ പൂൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആർക്കാണോ ആവശ്യമുള്ളത്, പ്രൊഡക്റ്റീവ് മീൻസിന് വേണ്ടിയിട്ട് ആർക്കാണോ ആവശ്യമുള്ളത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതായത് മ്യൂച്വൽ ഫണ്ടുകളോ അബണ്ടൻ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സേവിങ്സ്, പെൻഷൻ ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇത്തരത്തിലുള്ള സേവിങ്സ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷനാണ്. എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇൻഡസ്ട്രി ഫെസിലിറ്റേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ ബൈ റെൻഡറിങ് വേരിയസ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറി സർവീസ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻ്റർമീഡിയറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന വെരി ബേസിസ് ഫോർ എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, ക്യാപിറ്റൽ ഫോർമേഷനാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ മൊബിലൈസർ ഓഫ് സർപ്ലസ് ഫണ്ട്സ് ടു ഫിനാൻസ്. അപ്പോൾ അതിൽ സർപ്ലസ് ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് ഹെൽപ്സ് ടു മാക്സിമൈസ് ദ റിട്ടേൺസ്. ഈ ഒരു എക്സിസ്റ്റൻസ്, ഫിനാൻഷ്യൽ സർവീസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും അവരുടെ റിട്ടേൺസിനെ. എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക വഴി അവരുടെ ആ ഒരു വരുമാനം അവിടെ കൂടാൻ അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ അത് എളുപ്പത്തിൽ സാധ്യമാവുന്നു. ഒപ്പം തന്നെ റിസ്കിനെ മിനിമൈസ് ചെയ്യാനും സാധ്യമാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രസൻസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്, ഈ ഒരു സെക്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ ആരൊക്കെയാണ് മെയിനായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമൈസേഷനും റിസ്കിൻ്റെ പ്രധാനമായിട്ടും ഇൻഷുറൻസ് കമ്പനീസ് റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്.
അടുത്തത് എൻഷുർ ബിഗർ ഈൽഡ്. എൻഷുർ ബിഗർ ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് അട്രാക്ട്സ് മോർ പ്രൊഡ്യൂസേഴ്സ് ടു എൻ്റർ. ഈ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മികച്ച വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുക, ഡിമാൻഡ് കൂട്ടുക. ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഏൺ മോർ പ്രോഫിറ്റ്, കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ട് അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. സോ ഫിനാൻഷ്യൽ സർവീസ് എൻഹാൻസ് ദെയർ ഗുഡ് വിൽ ആൻഡ് ഇൻഡ്യൂസ് ദം. അവരുടെ ഗുഡ് വില്ല് എൻഹാൻസ് ചെയ്യുക, ഉയർത്തപ്പെടുന്നു. അതുവഴി തന്നെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ പോവാൻ പ്രേരിതരാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റും ഒക്കെ ഉണ്ട്. അവർ നല്ല രീതിയിലുള്ള സഫീഷ്യൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഹയർ ഈൽഡ് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എട്ടാമത്തെ പോയിന്റിൽ എക്സ്പാൻഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കൂടാതെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ആക്ടിവിറ്റീനെ വൻതോതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും വിപുലമാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സഹായം നമുക്ക് ഇതുവഴി കിട്ടുകയാണ് ചെയ്യുന്നത്. എനർജറ്റിക് ക്യാപിറ്റൽ മാർക്കറ്റ്, വൺ ഓഫ് ദ ബാരോമീറ്റർ. ഒരു രാജ്യത്തിൻ്റെ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്ന എക്കോണമീനെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ത് എൻഷുർ ചെയ്യണം? എല്ലാ കമ്പനീസിനും ആഡക്വേറ്റ് ഫണ്ട് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുവഴി അവരുടെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക, കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ സർവീസിൻ്റെ ആബ്സെൻസും ഉണ്ട്, അവർക്ക് ഫണ്ട് ഷോർട്ടേജ് വരാം. അതായത് ഹാമ്പർ ദ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ആക്റ്റീവായിട്ടൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിലാണ് ഫോറിൻ ക്യാപിറ്റൽ പോലും അട്രാക്റ്റ് ചെയ്യാൻ സാധ്യമാവുള്ളൂ. ഫിനാൻഷ്യൽ സർവീസസ് ക്യാൻ ക്രിയേറ്റ് എ വൈബ്രൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ നല്ല രീതിയിലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് കൊണ്ടുവരാൻ ഫിനാൻഷ്യൽ സർവീസിനെ കൊണ്ട് സാധ്യമാണ്. എൻകറേജ്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രേഡ്. ഇനി ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ ഫോറിൻ ട്രേഡിനെ അട്രാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അത് എൻകറേജ് ചെയ്യാൻ കൂടുതലായിട്ട് സാധിക്കുക. ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രേഡിനെ കൂടുതൽ എൻകറേജ് ചെയ്യാൻ സഹായിക്കുന്നു. ബെനിഫിറ്റ് ടു ഗവൺമെൻറ്. ഫിനാൻഷ്യൽ സർവീസസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഗവൺമെൻറ്റിന് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടുള്ള ആവശ്യങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഷോർട്ട് ടേം ഫണ്ട്സൊക്കെ റേസ് ചെയ്യാൻ പറ്റും. ട്രഷറി ബില്ലുകളും അതൊക്കെ മണി മാർക്കറ്റിലൂടെ അവർക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇത് പർച്ചേസ് ചെയ്യും അവരിൽ നിന്ന് ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസയുടെ ഒപ്പം തന്നെ. അപ്പോൾ ഗവൺമെൻറ്റിന് ഒപ്പം തന്നെ ലോങ് ടേം ഫണ്ട്സൊക്കെ റേസ് ചെയ്യാൻ പറ്റുക, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കാൻ സാധിക്കുക, ഇതൊക്കെ അവിടെ നടക്കും. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻ്റ് ആണ്. ഗവൺമെൻറ് നെസറി സ്റ്റെപ്സ് ആണ് നമ്മുടെ ഒരു ബാക്ക്വേർഡ് റീജിയന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി ബെനിഫിറ്റ് ത്രൂ ടാക്സ്, ചീപ്പർ ക്രെഡിറ്റ് അവൈലബിൾ ആക്കുക, ഗവൺമെൻറ് കമ്പനീസിന് കൊടുക്കുക, അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. ഇൻകം ഡിമാൻഡ് അൾട്ടിമേറ്റ്ലി ഇൻക്രീസ് ഇൻ പ്രൈസസ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആർ ഏബിൾ ടു എക്സ്പാൻഡ് ദിയർ ആക്ടിവിറ്റീസ്. അവരുടെ ആക്ടിവിറ്റീസിനെ പ്രൊഡ്യൂസറിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ദേ ആർ ഓൾസോ ഏബിൾ ടു ഏൺ മോർ പ്രോഫിറ്റ്സ്. കൂടുതൽ പ്രോഫിറ്റും ഏൺ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് പറയുന്നത് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ്. ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പം അവിടെ അതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് ആവശ്യമാണ്. സോ അതുവഴി എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. റെമിറ്റൻസ് ആൻഡ് മണി ട്രാൻസ്ഫർ സർവീസസ്. A lot of poor people in developing countries depend upon remittance from family members who send funds through a number of channels. ഫാമിലിയിലുള്ള ദൂരെയുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരുടെ ഫണ്ടുകളെ നാട്ടിലെത്തിക്കാൻ ഇന്ന് ബുദ്ധിമുട്ട് ഇല്ലാതെ തന്നെ പോണു. അപ്പോൾ അത് കാരണം ഒരു നല്ല രീതിയിൽ പണം ഇടപാട് നടത്താനും മണി ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ള മൈഗ്രൻസിനെ പോലെ തന്നെ ഡിസ്ലൊക്കേറ്റഡ് ആണെങ്കിൽ ബോത്ത് സെൻഡ് ആൻഡ് റിസീവർ റെമിറ്റൻസ് രണ്ടും അവിടെ സാധ്യമാവുന്നു. ഹെൽത്ത് കെയർ, ഹൗസിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതിലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെമിറ്റൻസ് ഫെസിലിറ്റീസും നമുക്ക് എളുപ്പത്തിൽ അവിടെ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സർവീസസ് ഏറ്റവും അധികം ആവശ്യമുള്ളത് റിസ്ക് മാനേജ്മെൻറ്റ് സെക്ടറിലാണ്. കാരണം റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ റിസ്കിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാം. സോ ഫിനാൻഷ്യൽ സർവീസസ് എന്താണ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ റിസ്കിനെ ഒരാൾ മാത്രം ഏറ്റെടുക്കുന്നതിന് പകരം ഒന്നിലധികം ആൾക്കാർ അത് ഷെയർ ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലാർജ് പ്രൊജക്ട്സ് ആണെങ്കിൽ ലാർജ് റിസ്ക് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ ലാർജ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ് ബൈ ദംസെൽസ്. ഇനി ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അവർ റിസ്ക് പൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ ഫോം ചെയ്യാറുണ്ട്. പോർട്ട്ഫോളിയോ ദംസെൽസ് വുഡ് ബി ഇൻസുലേറ്റിംഗ് അഗെയിൻസ്റ്റ് ഹൈ റിസ്ക് ഇഫ് ദേ ഡൈവേഴ്സിഫൈ. അവർ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ആ റിസ്കിനെ ഇൻസുലേറ്റ് ചെയ്യാനും കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഫണ്ട് പൂളിംഗ് ആണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് അലോ ഇൻഡിവിജ്വൽ സ്മോൾ സേവേഴ്സ് ടു ആക്സസ് ലാർജ്
ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്ട്സ് ത്രൂ ദ മെക്കാനിസം ഓഫ് ഫണ്ട് പൂളിംഗ്. എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ്, സ്മോൾ സേവേഴ്സിനൊക്കെ ഫണ്ട് പൂളിംഗ് വഴി ആ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി അവരെന്താ ചെയ്യുന്നത്? ബെനിഫിറ്റ് ഓഫ് ഡിവൈഡബിൾ ലാർജ് പ്രൊജക്റ്റ്. ലാർജ് പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ അൺഡിവൈഡബിൾ ആയിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എല്ലാം എല്ലാ ചെറിയ ആളുകളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൂളിംഗ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആയിരിക്കും. അവരാണ് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ അലോ ചെയ്യുന്നത് അവരുടെ ഫെസിലിറ്റീനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക്വൈസ് ഇഫ് ദർ നോ ഇൻഫർമേഷൻ അസിമിട്രി, പ്രത്യേകിച്ച് നമുക്ക് ഒരു അസിമെട്രിക്കലായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ലെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റർ ആൻഡ് ദ ഫേമും ഇൻവെസ്റ്ററും തമ്മിൽ അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻ ഇൻഫർമേഷൻ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ദെൻ ദിസ് മെക്കാനിസം ബിക്കംസ് എ നെസസിറ്റി. അവിടെയാണ് ഈ ഒരു മെക്കാനിസം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് എന്താണ് ഫിനാൻഷ്യൽ സർവീസ്, മീനിങ് ആൻഡ് ഡെഫിനേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.